മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. Letter to Philippians chapter 4 verse 22. എല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് സീസറിന്റെ ഭവനത്തിൽപ്പെട്ടവർ, നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വഞ്ചനയും ചതിവും അഭിനയവും അനീതിയും കൊണ്ട് കാര്യസാധ്യത്തിനായി ജീവിക്കുന്നവരുടെ മധ്യത്തിലാണ് സത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവന്റെ ജീവിതം വിഷമപൂർണമായിരിക്കും. ലോകത്തിന്റെ ഒഴുക്കിൽ ക്രൈസ്തവന്റെ ജീവിതം അസാധ്യമാണെന്ന് തോന്നിപ്പോകും. ഒഴുക്കിനെതിരായി നീന്തിയാൽ പരാജയം സ്വാഭാവികമാണല്ലോ. കൈസരുടെ അരമനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവരുടെ സാഹോദര്യം ക്രിസ്തീയ ജീവിതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നു. ക്രിസ്ത്യാനികളെ ക്രൂരമായി വധിക്കുന്നത് റോമൻ ചക്രവർത്തിമാരുടെ വിനോദമായിരുന്നു. മ്ലേച്ഛ ജീവിതം അവർക്ക് അംഗീകരിക്കപ്പെട്ട ജീവിത നിലവാരമായിരുന്നു. ക്ഷേത്രങ്ങളിലെ ആരാധനയുടെ ഭാഗമായി ദുർമാർഗം അംഗീകരിച്ചിരുന്നു. അപ്രകാരമുള്ള ചുറ്റുപാടിൽ ഭയപ്പെടാതെയും മ്ലേച്ഛത ഏൽക്കാതെയും വിശുദ്ധ ജീവിതം നയിച്ച ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. വിപരീത സാഹചര്യങ്ങളിൽ ജീവിച്ച വിശ്വാസികളുടെ ജീവിതം അധികം മഹത്തരമായിരുന്നു. ദാനിയേലും സ്നേഹിതരും ബാബിലോൺ കൊട്ടാരത്തിൽ ജീവിച്ച കാലത്ത് അന്യദേവന്മാരെ ആരാധിക്കുവാൻ തയ്യാറായില്ല. ദൈവം അവരെ സിംഹക്കുഴിയിൽ നിന്നും അഗ്നിച്ചൂളയിൽ നിന്നും രക്ഷിച്ചു. എതിർ സാഹചര്യത്തിൽ തളരാതെ വളരുന്നതാണ് ക്രൈസ്തവികത. കാറ്റാടി യന്ത്രത്തിന്റെ ശക്തി അതിനെതിരായടിക്കുന്ന കാറ്റിന്റെ ശക്തിക്ക് അനുസരണമായി വർദ്ധിക്കുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ബാഹ്യ എതിർപ്പുകൾ അവരെ തളർത്തുകയില്ല. പ്രത്യുത അവരെ ഉറപ്പിച്ച് അധികം ധീരന്മാരാക്കും. സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമാകുമ്പോൾ നാം ഒരിക്കലും നിരാശരാകരുത്. വിപരീതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അധികം ശക്തനായിരിക്കും. നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക. അതിൽ ഉറച്ചു വിശ്വസിക്കുക. പ്രതികൂല അനുഭവങ്ങളിൽ തളരാതിരിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.